Hello everyone, welcome to Nanan Academy. PSC പരീക്ഷകളിലെ രസതന്ത്രം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 20 GK സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ്. ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഹെൻറി മോസ്ലി. ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി മോസ്ലി. അടുത്ത ചോദ്യം, ആധുനിക പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ മൂലകം. ആധുനിക പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ മൂലകം? ഉത്തരം ഹൈഡ്രജൻ. ആധുനിക പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ആധുനിക പീരിയോഡിക് ടേബിളിലെ അവസാനത്തെ മൂലകം? ഉത്തരം ഓർഗാനിസോൺ. ആധുനിക പീരിയോഡിക് ടേബിളിലെ അവസാനത്തെ മൂലകം ഏതാണ്? ഓർഗാനിസോൺ. നാലാമത്തെ ചോദ്യം, മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ മൂലകം. മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ മൂലകം? ഉത്തരം ടെക്നീഷ്യം. മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ മൂലകം ഏതാണ്? ടെക്നീഷ്യം. അടുത്ത ചോദ്യം, തുരുമ്പിൻ്റെ രാസനാമം. തുരുമ്പിൻ്റെ രാസനാമം എന്ത്? എന്താണ് തുരുമ്പിൻ്റെ രാസനാമം? ഉത്തരം ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്നതാണ് തുരുമ്പിൻ്റെ രാസനാമം. എന്താണ് തുരുമ്പിൻ്റെ രാസനാമം? ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഉത്തരം നിയോഡിമിയം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? നിയോഡിമിയം. അടുത്ത ചോദ്യം, പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? ഉത്തരം കാൽഷ്യം കാർബൈഡ്. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? കാൽഷ്യം കാർബൈഡ്. അടുത്ത ചോദ്യം, ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? 24 ക്യാരറ്റ്. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? 24 ക്യാരറ്റ്. അടുത്ത ചോദ്യം, അമോണിയ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? അമോണിയ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് ഏതാണ്? ഉത്തരം സ്പോഞ്ചി അയൺ. അമോണിയ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് സ്പോഞ്ച് അയൺ ആണ്. അമോണിയ നിർമ്മാണത്തിൽ കാറ്റലിസ്റ്റായിട്ട് അല്ലെങ്കിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് ഏതാണ്? അമോണിയ നിർമ്മാണത്തിലെ കാറ്റലിസ്റ്റ്? ഉത്തരം സ്പോഞ്ചി അയൺ.
അടുത്ത ചോദ്യം, ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏത്? ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം. ഉത്തരം ടങ്സ്റ്റൺ. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? ടങ്സ്റ്റൺ. അടുത്ത ചോദ്യം, ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള മൂലകം ഏത്? ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള മൂലകം ഏതാണ്? ഉത്തരം കാർബൺ. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള മൂലകം ഏതാണ്? കാർബൺ. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? അത് ടങ്സ്റ്റൺ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, ആറ്റത്തിൻ്റെ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്ത്? ആറ്റത്തിൻ്റെ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്ത്? നമുക്കറിയാം, ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോൺ വിന്യസിച്ചിരിക്കുന്നത്. ആറ്റത്തിൻ്റെ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ഉത്തരം അതിനുള്ള ഫോർമുലയാണ് 2n². 2n² ആണ് ആറ്റത്തിൻ്റെ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എന്താണ് 2n²? എന്താണ് n എന്ന് പറയുന്നത്? ഷെൽ നമ്പറിനെയാണ് n എന്ന് വിളിക്കുന്നത്. ഓക്കെ. ആറ്റത്തിൻ്റെ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² വഴിയാണ് കണ്ടുപിടിക്കുക. എന്താണ് n എന്ന് പറയുന്നത്? n ഷെൽ നമ്പറാണ്. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഉത്തരം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏത്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. അതിനുശേഷം ഏത് മൂലകമാണ് വരുന്നത്? ഉത്തരം ഹീലിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്? ഹീലിയം. അടുത്ത ചോദ്യം, ഇന്ദ്രനീലത്തിൻ്റെ രാസനാമം. ഇന്ദ്രനീലത്തിൻ്റെ രാസനാമം. ഇന്ദ്രനീലത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? സഫയർ. അതിൻ്റെ രാസനാമം എന്താണ്? ഉത്തരം അലുമിനിയം ഓക്സൈഡ്. ഇന്ദ്രനീലത്തിൻ്റെ രാസനാമം എന്താണ്? അലുമിനിയം ഓക്സൈഡ്. അടുത്ത ചോദ്യം, വിജയകരമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ റബ്ബർ. വിജയകരമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതാണ്? ഉത്തരം നിയോപ്രീൻ. വിജയകരമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതാണ്? നിയോപ്രീൻ. എന്താണ് നിയോപ്രീൻ? എന്താണ് അതിൻ്റെ പ്രത്യേകത? വിജയകരമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ റബ്ബറാണ് നിയോപ്രീൻ. അടുത്ത ചോദ്യം, മാലിന്യങ്ങൾ ലയിക്കാത്ത ലായകത്തിൽ അയിരിനെ ലയിപ്പിക്കുന്ന സാന്ദ്രണ രീതി. മാലിന്യങ്ങൾ ലയിക്കാത്ത ലായകത്തിൽ അയിരിനെ ലയിപ്പിക്കുന്ന സാന്ദ്രണ രീതിയെ വിളിക്കുന്നത് എന്താണ്? ലീച്ചിങ്. എന്താണ് ലീച്ചിങ്? മാലിന്യങ്ങൾ ലയിക്കാത്ത ലായകത്തിൽ അയിരിനെ ലയിപ്പിക്കുന്ന സാന്ദ്രണ രീതിയാണ് ലീച്ചിങ്. അടുത്ത ചോദ്യം, വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. എന്താണ് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്? ഉത്തരം മീഥൈൽ ആൽക്കഹോൾ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? മീഥൈൽ ആൽക്കഹോളാണ് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. എന്താണ് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്? മീഥൈൽ ആൽക്കഹോൾ.
അടുത്ത ചോദ്യം, അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദന പ്രക്രിയ. അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദന പ്രക്രിയ ഹാൾ-ഹെറാൾഡ് പ്രക്രിയ. അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദന പ്രക്രിയ ഏതാണ്? ഹാൾ-ഹെറാൾഡ് പ്രക്രിയ. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ്റെ പേരെന്താണ്? അലുമിനിയത്തിൻ്റെ ഹാൾ-ഹെറാൾഡ് പ്രക്രിയ. ഓക്കെ, അടുത്ത ചോദ്യം, സ്മെല്ലിംഗ് സാൾട്ടിൻ്റെ രാസനാമം. സ്മെല്ലിംഗ് സാൾട്ടിൻ്റെ രാസനാമം അമോണിയം കാർബണേറ്റ്. സ്മെല്ലിംഗ് സാൾട്ടിൻ്റെ രാസനാമം എന്താണ്? അമോണിയം കാർബണേറ്റ്. ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിവൈസ് ചെയ്യുക. താങ്ക് യു.